നമസ്കാരം. നാം നിത്യവും ഒരു നേരമെങ്കിലും പ്രാർത്ഥിക്കുന്നവരാണ്. ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഇല്ലാത്തവരായി ആരുമില്ല. ആഗ്രഹ സാഫല്യത്തിനായി നാം മിക്കവാറും പ്രാർത്ഥിക്കുന്നവർ തന്നെയാകുന്നു. ചില ആഗ്രഹങ്ങൾ നാം പ്രാർത്ഥിക്കുന്നു എന്നത് വാസ്തവമാണ്. അത് നടക്കണം എന്ന ലക്ഷ്യത്തോടെയാണ്. അതിപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്നും ഒരു മോചനത്താലാകാം, അല്ലെങ്കിൽ അത്ര കണ്ട് ആഗ്രഹിക്കുന്ന കാര്യമാകാം. അത്തരത്തിൽ നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സ് അഥവാ സാക്ഷാൽ പരമശിവൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ആ സന്ദേശങ്ങളാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയി തന്നെ നിങ്ങൾക്കെടുക്കാം. അതിനാൽ ആദ്യമേ ആ കാര്യം പരാമർശിക്കുന്നു. അതിനാൽ നിങ്ങളുമായി മാച്ചായി വരുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതവുമായി മാച്ചായി വരുന്ന കാര്യങ്ങൾ ഇതിൽ നിന്നും നിങ്ങൾ സ്വീകരിക്കുക. അല്ലാത്തതായ കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. ഭഗവാൻ ആ നൽകിയതായ സന്ദേശങ്ങൾ കാണുവാൻ സാധിച്ചിട്ടുള്ളതായ, എനിക്ക് പറയുവാൻ അവസരം തന്നിട്ടുള്ളതായ ആ കാര്യങ്ങൾ, ആ സന്ദേശങ്ങളാണ് ഇനി നിങ്ങളോട് പറയാനായി പോകുന്നത്. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വന്ദിക്കുക. ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. ഭഗവാനെ വന്ദിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. നിങ്ങൾ വളരെ നിഷ്കളങ്കരായ വ്യക്തികളാകുന്നു. സന്ധ്യയ്ക്ക് നടത്തുന്ന വിശേഷാൽ ശിവപൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യം രേഖപ്പെടുത്തുന്ന 150 പേരെ പൂജയിൽ ഉൾപ്പെടുത്തുന്നതാണ്. നിങ്ങൾ വളരെ നിഷ്കളങ്കരായ വ്യക്തികളാകുന്നു. അത്തരം വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. നിങ്ങളുടെ ആ നിഷ്കളങ്കമായ മനസ്സിനെ പലരും ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. പലരും നിങ്ങളെ ചതിച്ചിട്ടുള്ളതാകുന്നു. അവർക്ക് ഒരു ആവശ്യം വരുമ്പോൾ നിങ്ങളോട് അടുപ്പം കാണിക്കുകയും അവരുടെ കാര്യം നടക്കുമ്പോഴും, അതായത് അവരുടെ കാര്യങ്ങൾ നടക്കുവാൻ വേണ്ടി നിങ്ങളെ വളരെയധികം പുകഴ്ത്തുന്നതാണ്, വാഴ്ത്തുന്നതാണ്. അത്തരത്തിൽ ചെയ്ത് മുന്നോട്ട് പോകുന്നവരാകുന്നു. എന്നാൽ കാര്യം നടന്നതിന് ശേഷം പിന്നീട് നിങ്ങളെ വിമർശിക്കും. അത് നിങ്ങളുടെ മുൻപിൽ വെച്ചാണ് എങ്കിലും, രഹസ്യമാണ് എങ്കിലും നിങ്ങളെ വിമർശിക്കുന്നതായ സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് കൂടെ നിൽക്കാത്തവരായി അവർ മാറും. നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്ന് ഇവിടെ കാണുന്നു. അതായത് ഇത്തരം വ്യക്തികൾ, പല വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റിലുമുണ്ട്. എല്ലാവരും അപ്രകാരമാണ് എന്നല്ല പറയുന്നത്. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടും കാണാത്തത് പോലെ നിൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അത്ര പ്രാധാന്യം നൽകുന്നില്ല. എങ്കിലും ഉള്ളിൽ അഗാധമായ വിഷമം നിങ്ങൾക്കുണ്ട് എന്ന് കാണുവാൻ സാധിക്കുന്നതാകുന്നു. ഇത് എല്ലാവരുടെയും കാര്യമല്ല പരാമർശിച്ചിട്ടുള്ളത്. ചിലർക്കെങ്കിലും, ഈ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും ഇത്തരം അവസ്ഥ ഉള്ളതായി കാണുവാൻ സാധിക്കുന്നു. ചിലർക്ക് അത്തരത്തിലില്ല എന്നും കാണുവാൻ സാധിക്കുന്നതാണ്. എന്നിരുന്നാലും പലർക്കും, നിങ്ങളിൽ കൂടുതൽ വ്യക്തികൾക്കും ഇത്തരം അനുഭവങ്ങളുണ്ട്. നിങ്ങളെ സഹായിക്കാൻ പലപ്പോഴും കൂടെ ആളുകൾ ഉണ്ട്. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ മുഖം മൂടി തിരിച്ചറിയുവാൻ കഴിവുള്ളവരാണ് നിങ്ങൾ. ചുറ്റുമുള്ളവരിൽ നിങ്ങളിലെ നന്മ പലപ്പോഴും മനസ്സിലാക്കുവാൻ സാധിക്കാത്തവരാണ്. നിങ്ങൾക്കെതിരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമാണോ ആ വ്യക്തികൾ നിൽക്കുന്നത് എന്ന് വ്യക്തമായി അറിയാവുന്നവർ തന്നെയാണ്. ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ നേരിട്ടിട്ടുള്ളവരാണ് നിങ്ങൾ. ഇവ എല്ലാം തിരിച്ചറിവുകൾ തന്നെയാകുന്നു. അതായത് നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ളതായ കാര്യങ്ങൾ, നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതായ ദുഃഖങ്ങൾ ഇനി നിങ്ങൾ മറക്കരുത്. കാരണം അതൊരു അനുഭവമാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതിനാൽ അത്തരം വ്യക്തികളെ നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നിങ്ങളിൽ ചിലരെങ്കിലും ചില ശുഭവാർത്തകൾക്ക്, ശുഭകാര്യങ്ങൾക്ക് വേണ്ടി വളരെയധികം കാത്തിരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. ഇത് നിങ്ങളുടെ കർമ്മരംഗത്തെ കാര്യങ്ങളിലാകാം, അല്ലെങ്കിൽ വിവാഹം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു വിവാഹവുമായി ബന്ധപ്പെട്ടാകാം, ഇഷ്ടപ്പെടുന്നവരുടെ ഒരു സമ്മതത്തിന് വേണ്ടിയാകാം, ആഗ്രഹിച്ച യാത്രകൾക്ക് വേണ്ടിയാകാം, ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കുവാനാകാം, അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടുവാനാകാം, വിദേശ യാത്രകൾക്കാകാം,
അങ്ങനെ ചില കാര്യങ്ങൾക്ക് ശുഭ പ്രതീക്ഷ നിങ്ങൾ വച്ചു പുലർത്തുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. അത് വെറുതെയാകുന്നതല്ല, അത് നിങ്ങൾക്ക് അനുകൂലമായ വാർത്ത കേൾക്കും എന്നാണ് പരമശിവൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതായ സന്ദേശം. നിങ്ങൾ പിന്നേക്ക് വേണ്ടി, അതായത് പിന്നെ ചെയ്യാം എന്ന രീതിയിൽ മാറ്റിവെച്ചതായ കാര്യങ്ങൾ ഇനി വൈകരുത്. അത് പെട്ടെന്ന് തന്നെ ചെയ്യുക എന്നുള്ളതാണ്. ഈ സമയത്ത് നിങ്ങൾ അത് ചെയ്തില്ല എങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടമാകും എന്നുള്ളതാണ്. അല്ലെങ്കിൽ സമയം അതിക്രമിച്ചു പോകും. ചിലപ്പോൾ ഒരു ആശങ്കയാകാം, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമാകാം. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എങ്കിലും നിങ്ങൾ അല്പമൊന്ന് ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ബോധ്യമാകും അതിൻ്റെ സമയമായി എന്ന്. തീർച്ചയായും നിങ്ങൾ ശുഭപ്രതീക്ഷകളോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോകണം. അതേപോലെ വിദേശ യാത്രയ്ക്ക് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു. ദീർഘനാളായി നിങ്ങൾ ആഗ്രഹിച്ച യാത്രയ്ക്ക് നിങ്ങൾക്ക് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. മോശപ്പെട്ടതായ അവസ്ഥയിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് സമയമായി എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരു മാറ്റം വന്ന് ചേരുന്നതാകുന്നു. അതൊരു മികച്ചതായ മാറ്റം തന്നെയായിരിക്കും. സാമ്പത്തികമായും ആരോഗ്യവുമായി ബന്ധപ്പെട്ടും അതല്ല മാനസികപരമായ ഒരു മാറ്റമാണ് എങ്കിലും നിങ്ങളിൽ വന്ന് ചേരുന്നു എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. മുൻപ് മറ്റുള്ളവരുടെ കീഴിൽ ജീവിച്ച നിങ്ങൾക്ക് ഒരു മാറ്റം, ഒരു മുന്നേറ്റം ഇവിടെ വരുന്നതായി കാണുവാൻ സാധിക്കുന്നു. ജീവിതത്തിൽ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുവാനും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് ജീവിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ കൈവരുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു. മറ്റുള്ളവരുടെ സന്തോഷത്തിനായി ഇത്രയും നാൾ നിങ്ങൾ ജീവിച്ചു എന്നതാണ് വാസ്തവം. അവർ എന്ത് വിചാരിക്കും, അവർക്ക് വിഷമമായാലോ എന്നെല്ലാം ചിന്തിച്ച് ഇത്രയും നാൾ നിങ്ങൾ ജീവിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഇതിനൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ സമയമാകുന്നു. എല്ലാ തരത്തിലുമുള്ള ഒരു മുന്നേറ്റം നിങ്ങളിലേക്ക് കടന്ന് വരുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരെ അംഗീകരിക്കാനും അനുസരിക്കാനും അത്തരത്തിൽ നിങ്ങൾ ആരംഭിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവർ നിങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. നിങ്ങൾക്ക് അർഹമായ ഒരു സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കും. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ ഒഴിയുന്നതിൻ്റെ സൂചകം തന്നെയാണ്. ഇത് നിങ്ങളുടെ കർമ്മഫലം നീങ്ങുന്നതിനാലാണ് എന്ന് തന്നെ പരാമർശിക്കാം. അതായത് മോശം കർമ്മഫലം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുന്നതിൻ്റെ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഇത്രയും നാൾ നിങ്ങൾ അടിച്ചമർത്തപ്പെട്ടു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒന്നിനും ഒരു ഉറച്ച തീരുമാനം എടുക്കുവാനാകാതെ മറ്റുള്ളവരുടെ വിരൽത്തുമ്പിൽ ജീവിച്ചിരുന്നു എന്നതാണ് വാസ്തവം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പല അവസരങ്ങളിലും സംഭവിച്ചിട്ടുള്ളതായ കാര്യമാകുന്നു. എന്നാൽ ഇതിൽ മാറ്റമാണ് സംഭവിക്കാനായി പോകുന്നത്. ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശരിയായ രീതിയിൽ തന്നെ, ശരിയായ ദിശയിൽ തന്നെ സഞ്ചരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മനസ്സിന് ധൈര്യം, ശക്തി ലഭിക്കാൻ തുടങ്ങുന്നു. ഇത് നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരശക്തി, സാക്ഷാൽ പരമശിവൻ നിങ്ങൾക്ക് നൽകുന്നതായ ഒരു സന്ദേശം തന്നെയാണ്. ദൈവിക ശക്തിയുടെ തഴുകലിനാലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന് തന്നെ പരാമർശിക്കാം. ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിക്കുന്നു. നിങ്ങൾ നിങ്ങളായി മാറുന്നു എന്നാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. എല്ലാ ബന്ധങ്ങളിലും നിങ്ങൾക്ക് ഒരു മുൻകൈ കാണുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പോസിറ്റീവായ എനർജി വർദ്ധിക്കുന്നു എന്നതിനാൽ കൂടി ഈ കാര്യം നിങ്ങളിൽ കൂടുതലായും സംഭവിക്കും. മറ്റുള്ളവരുടെ നല്ല വശം നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നു എന്നും ഓർക്കണം. ഇനി മുതൽ നിങ്ങൾ കൂടുതൽ കഠിനാധ്വാനികളായി മാറുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളത്. ഈ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. മുൻപ് അനുഭവിച്ചതായ പല ദുഃഖങ്ങൾ, ദുരിതങ്ങൾ മറികടന്ന് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളും നിങ്ങൾ വിട്ടുകളയാൻ തയ്യാറായിരിക്കുന്നു എന്നും കാണുന്നു. നിങ്ങളുടെ മടി
മറ്റു ദുശീലങ്ങൾ നിങ്ങളെ ബോധപൂർവം ഒഴിവാക്കുവാൻ, അല്ലെങ്കിൽ നിങ്ങൾ ബോധപൂർവം ഒഴിവാക്കുന്നു എന്നുള്ളതാണ്. അതിനി വേണ്ട എന്ന ചിന്ത നിങ്ങളിൽ വളരെ കാലമായി ഉണ്ട്. അതിലേക്ക് നിങ്ങൾ എത്തും എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. ഇതിനാൽ മാറ്റത്തിന്റെ അലകൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. കർമ്മരംഗത്ത് ലഭിക്കുന്നതായ അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. സക്സസ്, വിജയം നിങ്ങൾക്ക് ഉറപ്പ് തന്നെയാണ്. കാലമാണ് നിങ്ങൾക്ക് അനുകൂലം. കാരണം സാക്ഷാൽ പരമശിവൻ നിങ്ങൾക്കൊപ്പമുണ്ട്. ഭഗവാന്റെ ശക്തികൾ നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങൾക്ക് അർഹമായത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഭഗവാൻ വച്ചു തരും എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നതമായ വിജയം, ആത്മവിശ്വാസം, ധൈര്യം, ഓർമ്മ, ആരോഗ്യം നിങ്ങളിൽ വർദ്ധിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതായ കാലമാണ് നിങ്ങളിലേക്ക് കടന്നു വരാനായി പോകുന്നത് എന്ന് കൂടി അറിയുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടും, അല്ലെങ്കിൽ വ്യക്തികളെ കണ്ടുമുട്ടും. ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത സഹായം ഇവരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. അത് യാത്രയിൽ വച്ചാകാം, പൊതുസ്ഥലത്ത് വച്ചാകാം. അത്തരത്തിൽ പല കാര്യങ്ങളിലൂടെയും ഇവരെ പരിചയപ്പെടാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ആരെയും കണ്ണടച്ച് പെട്ടെന്ന് വിശ്വസിക്കരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. സമൂഹത്തിൽ ശക്തരായവരാകാം. നിങ്ങളെ ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കുകയും ആത്മാർത്ഥമായി സഹായിക്കുകയും ചെയ്യുന്നവരാകാം. സാമ്പത്തിക വളർച്ചയ്ക്ക് അനേകം അവസരങ്ങൾ ഇവർ മൂലമോ അല്ലെങ്കിൽ ഭഗവാനെ നിങ്ങൾ ആരാധിക്കുന്നത് മൂലമോ നിങ്ങൾക്ക് പലവിധ അവസരങ്ങളും തുറന്നു ലഭിക്കാം. മുൻപ് കയ്യെത്തും ദൂരത്തു നിന്ന് നഷ്ടപ്പെട്ടതായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് തിരികെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ജീവിതം പുതിയ തലത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. ഇരുട്ട് മൂടിയ ജീവിതത്തിൽ പ്രകാശം വന്ന് ചേരുന്നു എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഉൾക്കാഴ്ച നിങ്ങൾക്ക് ലഭിക്കുന്നതായ ഒരു സമയമാണ്. ഇവിടെ ചില ആത്മീയ വളർച്ചയ്ക്ക് തയ്യാറാകുന്ന വ്യക്തികളെ, അത്തരം വ്യക്തികളുടെ എനർജിയും കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. അത്തരം വ്യക്തികളുടെ എനർജിയാണ് കണ്ടിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണ് മനസ്സിന് സന്തോഷം നിറയ്ക്കുന്നത് എന്ന് തിരിച്ചറിയുക. അത് മറ്റുള്ളവർക്ക് നിസാരമാകാം, എന്നാൽ നിങ്ങൾക്കത് വലുതാകും. അതിന് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. മനസ്സിന് സന്തോഷം പകരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ കാരണത്താൽ ജീവിതത്തിൽ വരുന്ന വലിയ മാറ്റം തന്നെ, കൊണ്ടുവരുവാൻ സാധിക്കുന്ന മാറ്റം തന്നെ വലുതാകുന്നു. സ്വന്തം കഴിവുകൾ തിരിച്ചറിയുവാനും അവ പൊടി തട്ടിയെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച, പലപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിച്ചു, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഭഗവാനെ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇപ്രകാരം സംഭവിക്കുന്നു എന്ന് അത്തരത്തിൽ ചിന്തിച്ച് പോയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ നിങ്ങളുടെ കണ്ണീരിനുള്ള മറുപടി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന മുന്നേറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നു എന്ന് തന്നെയാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്.